ഒരുപാട് വർഷത്തെ ആഗ്രഹം പെട്ടെന്നുള്ള തീരുമാനത്തിൽ ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഇതാ പോകുന്നു. ലക്ഷദ്വീപിലേക്കാണ് പോകുന്നത്. എൻ്റെ ആദ്യത്തെ സോളോ ട്രിപ്പ് പോകണമെന്ന് ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു. എങ്ങനെയൊക്കെയോ അത് സംഭവിക്കുന്നു. യെസ്, ലാൻഡിങ് ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്രയും ഭംഗിയുണ്ടാവുമെന്ന്. ബ്ലൂ വാട്ടർ ശരിക്കും ആ ഒരു ഫ്ലൈറ്റിലിരുന്ന് കണ്ടപ്പോൾ ഓ മൈ ഗാഡ്, ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ. ഒത്തിരി പ്രതീക്ഷയല്ല. ഞാനിങ്ങനെ ഓ മൈ ഗാഡ് സ്ക്രീം ചെയ്യണമെന്നുണ്ടായിരുന്നു. ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി നമുക്ക് നടന്ന് തന്നെ പോകാം. ഫ്ലൈറ്റിൽ നിന്ന് കുട്ടി എയർപോർട്ടാണ്. അപ്പോഴേ ഞാൻ ചെന്നിറങ്ങിയപ്പോൾ കറക്റ്റ് ഹെലികോപ്റ്ററും കൂടെ വന്നിറങ്ങി. സോ ഇറ്റ് വാസ് നൈസ്. എനിക്ക് പെട്ടെന്ന് അനാർക്കലി മൂവിയിൽ അവർ മറ്റേ ക്ലൈമാക്സ് ടൈമിൽ ഇങ്ങനെ പോകുന്നുണ്ടല്ലോ, അതൊക്കെ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ഓർമ്മ വന്നു. ഇത് കണ്ടപ്പോൾ ഓ ഇവിടെ ആയിരിക്കുമല്ലേ ഷൂട്ട് ചെയ്തത്. എന്തായാലും കവരത്തി ഐലാൻഡിൽ നമ്മൾ പോകുന്നില്ല, അഗത്തി ഐലാൻഡിലാണ് നമ്മൾ ഉള്ളത്. എയർപോർട്ടുള്ള ഐലാൻഡാണ് അഗത്തി. സോ അവിടെ തന്നെയാണ് 3 ദിവസം ഞാൻ ഉണ്ടാവാൻ പോകുന്നത്. സോ കുട്ടി എയർപോർട്ട് എല്ലാ ലഗേജൊക്കെ എടുത്ത് അവിടുത്തെ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴും സ്ട്രെയിറ്റ് വ്യൂ ആ ബ്ലൂ വാട്ടർ ആയിരുന്നു. ഓ വാ, അത് സത്യം പറഞ്ഞാൽ അവിടെ ചെന്ന് നിന്ന് അത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ഫീലും പറയാനൊന്നുമില്ല. പിന്നെ എന്നെ പിക്ക് ചെയ്യാനുള്ള നമ്മൾ പാക്കേജ് എടുത്തായിരുന്നു പോയിരുന്നത്. കാരണം പെർമിഷനും ഇതൊക്കെ അവിടെ ഉള്ളതുകൊണ്ട് എന്തായാലും അവർ വന്നു, പിക്ക് ചെയ്തു. ഓൺ ദി വേ ഇങ്ങനെ 2 സൈഡിലും കടലായിരുന്നു. സോ 7 കിലോമീറ്ററാണ് മൊത്തം ആ ഒരു ഐലാൻഡ് ഉള്ളത്. സോ അതിൽ 2 സൈഡ് നോക്കിയാലും കാണാം. ഞാനിങ്ങനെ ഫുൾ എക്സൈറ്റഡ് ആയിട്ട് എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. ആൻഡ് റൂമിൽ വന്നു. ഞാൻ ഹോം സ്റ്റേ ആണ് എടുത്തിരുന്നത്. സോ അതുകൊണ്ട് ഭയങ്കര ഇതായിട്ടുള്ള റൂമൊന്നുമല്ല, ബട്ട് ഇറ്റ് വാസ് നൈസ്. നല്ല ഫുഡും കംഫർട്ടബിൾ സേഫ് ആയിട്ടുള്ള സ്റ്റേ ഒക്കെ ആയിരുന്നു. ആൻഡ് ഇത് എൻ്റെ ചെറുപ്പത്തിൽ നമ്മുടെ നാട്ടിൽ നമ്മുടെ ടാങ്കും പാലും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് അടിക്കുന്നൊരു ഷേക്ക് പോലത്തെ സാധനമുണ്ട്. എനിക്ക് കണ്ടപ്പോഴേ തോന്നിയതാണ്. വന്നൊന്ന് സെറ്റിലായി ഫ്രഷ് ആയപ്പോഴേക്കും ഫുഡൊക്കെ റെഡിയായിരുന്നു. ഗീ റൈസ്, പരിപ്പ്, ക്യാബേജ് തോരൻ, ഫിഷ് ഫ്രൈ, ചിക്കൻ കറി ആൻഡ് അച്ചാർ. ഇതായിരുന്നു കോമ്പിനേഷൻ. ഓ, ട്രാവൽ ചെയ്ത് വന്നിട്ട് അതും കൂടെ കഴിച്ചപ്പോൾ തൃപ്തിയായി. നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു കേട്ടോ. ആൻഡ് യെസ്, ഞാൻ പിന്നെ റെഡിയായി. ഈവനിങ് ആണ് പുറത്ത് പോകാൻ കാണാനൊക്കെ ഉള്ളതെന്നാണ് പറഞ്ഞത്. കാരണം ഉച്ചയായി ഞാൻ എത്തിയപ്പോൾ. അപ്പോൾ നേരെ ഓപ്പോസിറ്റ് ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ടായിരുന്നു. അവിടെ പോയപ്പോൾ റസ്ക്കാണോ ബിസ്ക്കറ്റാണോ എന്നറിയില്ല, ഒരു ഡിഫറെൻ്റ് ഇത് കണ്ടു. ഞാൻ എടുത്ത് നോക്കി, പക്ഷെ ഞാൻ വാങ്ങിച്ചില്ല കേട്ടോ. പിന്നെ കുറച്ച് വാട്ടർ ബോട്ടിലൊക്കെ മേടിച്ച് ഞാൻ വീണ്ടും റൂമിൽ പോയി. റൂമിൽ നിന്ന് നടക്കാനുള്ള ഡിസ്റ്റൻസിൽ തന്നെ ബീച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു സമാധാനം എല്ലാം അവിടെ പോയി നോക്കാതെ, അപ്പോൾ അങ്ങനെ ഇറങ്ങി. വൈറ്റ് സാൻഡ് ആൻഡ് ദ ബ്ലൂ വാട്ടർ. എന്താ കോമ്പിനേഷൻ! ശരിക്കും ബ്ലൂ വാട്ടർ ഇങ്ങനെ കാണുമ്പോൾ എന്തൊരു ഭംഗിയാണ്, കണ്ടാലും മതിയാവില്ല. അങ്ങനെയായിരുന്നു. പിന്നെ അവിടെ ഒരു ഊഞ്ഞാലും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലും കൂടെ ഇരുന്നത് ഇങ്ങനെ ഊഞ്ഞാലൊക്കെ ആടി, അതൊക്കെ കാണാൻ ഭയങ്കര രസമായിരുന്നു. അപ്പോഴേക്കും നമ്മുടെ വണ്ടി വന്ന് നമ്മൾ ആദ്യം പോകുന്നത് ഈ ബ്രിഡ്ജിലേക്കാണ്. അതായത് ബ്രിഡ്ജല്ല, എന്താ പറയുക, ഹാർബർ അതിനല്ലേ പറയാം ആയിരിക്കും. അപ്പോൾ അവിടെ പോയപ്പോൾ ഇങ്ങനെ കുറേ തിങ്സൊക്കെ അവരിങ്ങനെ എടുത്ത് വന്ന് തിങ്സൊക്കെ മാറ്റി വയ്ക്കുന്നുണ്ടായിരുന്നു. ആൻഡ് അവിടെ നിന്ന് കടലിലേക്ക് നോക്കുമ്പോൾ അവിടെ താഴെ ഫിഷൊക്കെ കാണാമായിരുന്നു. നല്ല വ്യൂ ആയിരുന്നു അവിടെ നിന്ന്. ആൻഡ് ഓഫ്കോഴ്സ് ബ്ലൂ വാട്ടറിൻ്റെ സെൻറ്ററിൽ ഇങ്ങനെ നിൽക്കുമ്പോഴുള്ള ഒരു ഫീലിംഗ് ഇറ്റ്സ് ഡിഫറെൻ്റ് അല്ലേ. സോ അവിടെ നിന്ന് കുറേ ഫോട്ടോ ഒക്കെ എടുത്ത് ആ കാറ്റൊക്കെ കൊണ്ട് സൺലൈറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ എൻജോയ് ചെയ്ത് റിലാക്സ് ചെയ്ത് നിന്നു. ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ, സീരിയസ്ലി. അവിടെ നിന്ന് നമ്മൾ നേരെ പോയത് അവിടെയുള്ള മ്യൂസിയം ആയിരുന്നു, ഗോൾഡൻ ജൂബിലി മ്യൂസിയം. ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. സോ അവിടെ കുറേ ഇങ്ങനെ പഴയ തിങ്സ് സംഭവമൊക്കെ ഉണ്ടായിരുന്നു. ഐ എം നോട്ട് മച്ച് ഇൻട്രസ്റ്റഡ് ഇൻ ടു അങ്ങനത്തെ സംഭവത്തിലൊക്കെ. അപ്പോൾ ജസ്റ്റ് കണ്ടിട്ട് ഇങ്ങനെ വന്നു. അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും സൺസെറ്റിൻ്റെ ടൈമായി. അപ്പോൾ അടുത്തുണ്ടായിരുന്ന വേറൊരു ബീച്ചിലേക്ക് കൊണ്ടുപോയി. കുറച്ച് തിരക്കുള്ള ബീച്ചായിരുന്നു ഇവിടെ. തിരക്കെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ കുറച്ചുകൂടെ ആൾക്കാരുണ്ടായിരുന്നു. അവിടെ ഇങ്ങനെ ഫോട്ടോ എടുക്കാനുള്ളതും, അല്ലെങ്കിൽ അവിടെ കുറേ പേര് എന്താ പറയുക, ഈവനിങ് വന്നിരിക്കുന്ന ഫാമിലി ആയിട്ടൊക്കെ വന്നിരിക്കുന്നതും കുട്ടികൾ കളിക്കുന്നതും എല്ലാം ഉണ്ടായിരുന്നു. എൻ്റെ നല്ല അടിപൊളി സൺസെറ്റും ആയിരുന്നു, നല്ല തണുത്ത കാറ്റുമൊക്കെ ആയിട്ട്.
ഇവിടെ പിന്നെ ബീച്ചിൽ നിന്ന് പിന്നെ പാലം ഉള്ളതുകൊണ്ടാണ് തോന്നുന്നു അതിൽ നിന്നുള്ള പായലിങ്ങനെ വെള്ളത്തിൻ്റെ കൂടെ ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. ശാലിനി വിഷ്ണു ഒന്നിപ്പിക്കുക എത്രയും പെട്ടെന്നുണ്ടാവും. എനിക്ക് അവിടെ എത്തിയപ്പോൾ തന്നെ ഫസ്റ്റ് ഡേ തന്നെ ഒത്തിരി സന്തോഷമായ ഒരു കാര്യമായിരുന്നു. ലക്ഷദ്വീപിൽ നമ്മുടെ സീരിയലിന് ഒരുപാട് വ്യൂവേഴ്സ് ഉണ്ട്, ഒരുപാട് പേര് സീ കേരളം കാണുന്നുണ്ട്, ഒരുപാട് പേര് കുടുംബശ്രീ മുടങ്ങാതെ കാണുന്നുണ്ട്. എല്ലാവരും എന്നെ കണ്ടപ്പോൾ ഒരുപാട് എക്സൈറ്റഡ് ആയി, ഭയങ്കര ഹാപ്പിയായി. എല്ലാവരും അവരുടെ വീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്തു. സോ അതൊക്കെ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം അവിടെ വേറെ ലാംഗ്വേജ് ആണല്ലോ, മലയാളം എല്ലാവർക്കും അറിയാമെങ്കിൽ പോലും അവിടെ വേറെ ലാംഗ്വേജ് അല്ല. അപ്പോൾ അവരൊക്കെ സീരിയൽ കാണുന്നുണ്ടാവുമെന്ന് ഞാൻ ചിന്തിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. പക്ഷേ വിചാരിച്ചതിനും അപ്പുറമുള്ള ഒരു റെസ്പോൺസ് അവിടെയുള്ള ആൾക്കാരുടെ അടുത്ത് നിന്ന് കിട്ടിയപ്പോൾ ഒത്തിരി സന്തോഷമായി. സൺസെറ്റ് കഴിഞ്ഞപ്പോഴേക്കും അവിടെ ഒരു ലോക്കൽ കാഫേ പോലത്തെ പ്ലേസ് ഉണ്ടായിരുന്നു. സോ അവിടെ പോയിട്ട് ഒരു ബൂസ്റ്റും കുറച്ച് സ്നാക്സും എടുത്തും. അവിടുത്തെ സ്നാക്സൊക്കെ കൂടുതലും സീ ഫുഡ് ബേസ്ഡ് ആട്ടോ. സോ എല്ലാവർക്കും ആ ടേസ്റ്റ് ഇഷ്ടമാവുമെന്ന് എനിക്കറിയില്ല. ആൻഡ് അത് കഴിഞ്ഞ് കുറച്ച് നേരം അവിടേക്ക് ഇരുന്ന് പിന്നെ നമ്മൾ റൂമിലേക്ക് വന്നു. റൂമിൽ വന്നിട്ട് ഫ്രഷായി. കാരണം ഫുള്ളിങ്ങനെ മണലിങ്ങനെ ഉരുണ്ട് മറിഞ്ഞ അവസ്ഥയിലായിരുന്നു, ഫുൾ മണലായിരുന്നു. സോ ഫ്രഷ് ആയതിന് ശേഷം വീണ്ടും നമ്മൾ ഡിന്നർ കഴിച്ചു. ഡിന്നർ കഴിച്ച് ഈ ചേച്ചി കേട്ടോ നമുക്ക് ഫുഡ് ഉണ്ടാക്കി തരുന്നത്. അപ്പോൾ ചപ്പാത്തിയും ചിക്കൻ കറി ഒരു ചില്ലിയുടെ ഒരു ഫ്ലേവർ, ചില്ലി ചിക്കൻ്റെ ഒരു ഫ്ലേവറിലുള്ളതായിരുന്നു. പിന്നെ നമ്മുടെ ഓപ്പോസിറ്റ് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഒരു ഐസ്ക്രീമൊക്കെ മേടിച്ച് തൊട്ടടുത്ത ബീച്ചിലേക്ക് അങ്ങ് നടന്നു. അവിടെ ഇരിക്കാനും മറ്റേ ചെയറും അങ്ങനത്തെ സെറ്റപ്പൊക്കെ ചെറുതായിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയിരുന്ന ഐസ്ക്രീമൊക്കെ കഴിച്ച് വീണ്ടും കുറേ നേരം ആ ബീച്ചിൻ്റെ സൗണ്ടും നല്ല തണുത്ത കാറ്റൊക്കെ കൊണ്ട് അന്ന് ഫുൾ റിഫ്രഷായി.